He's a duty. We'll inform him and call back soon. Okay? താങ്ക് യു. ഏട്ടാ, അച്ചു എന്തിനാ കരയുന്നേ? ഏട്ടാ, താങ്ക് യു സോ മച്ച്. അഡ്മിഷൻ റെഡിയായല്ലേ? അപ്പോൾ ഇനി വെറുതെ ഓരോന്ന് ആലോചിച്ച് ടെൻഷൻ അടിക്കാതെ വേഗം നന്നായിട്ട് പഠിച്ചിട്ട് അടുത്ത ഫ്ലൈറ്റ് പിടിച്ച് വാ. ഓക്കെ? അല്ല ഏട്ടാ, കഴിഞ്ഞ ആഴ്ചയല്ലേ ഏട്ടൻ തിരിച്ചു പോയേ? അതിൻ്റെ ഇടയിൽ ഇതെപ്പോ? ഇവിടത്തെക്കാളും ഫീസ് കുറവുള്ള വേറെ സെൻറ്റർ ഉണ്ടായിരുന്നല്ലോ, അതുവല്ല മതിയായിരുന്നു. ഇപ്പോൾ വീട്, ലോണ്, ഏട്ടൻ ഇതൊക്കെ എങ്ങനെ മാനേജ് ചെയ്യും? അത് മാത്രമല്ല ഇപ്പം ഇന്ത്യക്ക് ഓപ്പൺ അല്ല, അതൊക്കെ ആകുമ്പോൾ പോരായിരുന്നോ? ഇത് നമ്മുടെ ലാലേട്ടൻ പറഞ്ഞ ഡയലോഗ് പോലെ ഉണ്ടല്ലോ, കാർ ഷെഡ് വേണം, പൂന്തോട്ടം വേണം, AC വേണം, 150 രൂപ വാടകയും. എന്നോട് അമ്മയാ പറഞ്ഞു. കുറച്ച് ഫീസ് വാങ്ങിച്ചിട്ട് 1-2 മാസം കൊണ്ട് എങ്ങനെയോ തട്ടിക്കൂട്ടി എക്സാമിന് കൊണ്ടിരുത്തുന്ന ഒരു സ്ഥാപനമൊന്നും അല്ല ടീച്ചേഴ്സ് അക്കാഡമി. അവർ സമയം എടുത്തിട്ട് OET പഠിപ്പിക്കുന്നത്. പിന്നെ അവിടുന്ന് പഠിക്കുന്ന എല്ലാം നിനക്ക് ലൈഫ് ലോങ് യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ നീ പറഞ്ഞ ഇൻടേക്ക് വരുമ്പോഴല്ല ഒരു കോച്ചിങ്ങിന് പോയി ജോയിൻ ചെയ്യേണ്ടത്. ഇൻടേക്ക് വരുമ്പം റെഡി ആയിട്ട് നിൽക്കണം. പിന്നെ ഇൻടേക്ക് ഒരു സ്ഥലത്തോട്ട് മാത്രമല്ലല്ലോ, എന്തെല്ലാം ഓപ്ഷൻസ് ഉണ്ട്. എൻ്റെ അച്ചു, നീ തൽക്കാലം അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. ഏട്ടനോട് ഇനി അത്ര സ്നേഹം ഉണ്ടെങ്കിൽ നീ ഒരു കാര്യം ചെയ്യും, എല്ലാത്തിനും 400-ന് മുകളിൽ സ്കോറങ്ങ് വാങ്ങിച്ചാൽ മതി. അതാകുമ്പം അവർ മുടക്കിയ പൈസ അത്രയും തിരിച്ചിങ്ങി റീഫണ്ടും ചെയ്യും. അതും ടീച്ചേഴ്സ് അക്കാഡമിയുടെ മാത്രം ഒരു സ്പെഷ്യാലിറ്റിയാണ്. ഏട്ടാ, ഐ പ്രോമിസ്, ഞാൻ റീഫണ്ട് വാങ്ങിയിരിക്കും.